ആ ആടാ എല്ലാം പെട്ടെന്നായിരുന്നു. ഓ ആനന്ദ ബോസ് സാറിന് പോലും ഞാൻ പോണ ഇഷ്ടമല്ല. പിന്നെ ഇത് ഞാനായിട്ട് മേടിച്ചതാണല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല അപ്പൊ ഞാൻ വിളിച്ചത് എന്താ അറിയോടാ, എനിക്ക് ബാംഗ്ലൂരിലോട്ട് പോകുമ്പോൾ ബാഗ് വേണം. എൻ്റെ കയ്യിൽ ഇപ്പൊ തൽക്കാലം ഇല്ല. ഞാൻ അവിടെ പോയി മേടിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ നിനക്ക് തരാം. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെ എത്തിക്കണമെന്ന് വെച്ചാൽ എൻ്റെ അനിയനെ വിടാം. നീ അവൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ഓക്കേടാ. ഓക്കെ ഓക്കെ ശരി. നവാസേ എവിടെയുണ്ട്? കഴിഞ്ഞ എത്ര പ്രാവശ്യം പറഞ്ഞോടാ പിന്നെ കയറി കിടന്നാൽ മതിയാ. ഇവിടെ രണ്ടിടത്ത് പോണെന്ന് പാടി വെട്ടത് പോകണം, ഇളമക്കരയും പോണം. പിന്നെ അല്ലേ വേറെ ഞാൻ പോകൂ? കഴിയാ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. തോന്നി നടന്നോ? ജോലി നിന്റെ ആരെങ്കിലും കൊണ്ടുവരും. അല്ല പിന്നെ കാല് പിടിച്ച് കൈ പിടിച്ചൊക്കെ ജോലി കയറും. എന്നിട്ട് അഹങ്കാരവും. പറഞ്ഞ കേടാ വച്ചിട്ട് പോ. പിന്നെ വിളി. സാറേ ഇല്ല സാറേ, ഞാൻ ഇപ്പോൾ നവാസിനെ വിളിച്ചേ ഉള്ളൂ. ഓ സാറേ ഇളമക്കരയിൽ നിന്ന് അല്ല രണ്ടിടത്തുണ്ട് സാറേ. നമുക്ക് പാടിവട്ടത്ത് നിന്ന് 3 പേരെ ഇളമക്കരയിൽ പോകണം. 3 ആൾക്കാരെ അവിടെ കുറവാണ്. എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി സാർ. ഓക്കെ 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 ശരി. മേശ്ശേരിയായി നിങ്ങൾ മാർത്താണ്ടത്ത് നിന്ന് ഇറങ്ങിയില്ലേ? അവിടെ തന്നെ കറങ്ങി നിൽക്കുകയാണല്ലേ? പോയി ഇളമക്കര പോയി. അവിടെ 3 പണിക്കാരെ ഞാൻ ഇപ്പം അങ്ങോട്ട് പറഞ്ഞു വിട്ട്. പണിക്കാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അച്ഛാ സംസാരിക്കണ്ട. ഹലോ. ഇവിടെ കുറെ ശത്രുക്കളുണ്ടല്ലോ ഇവിടെ നമ്മളെ ചുറ്റും. അത് ഏറ്റവും മുന്തിയ ശത്രു. ആ ശത്രു ആയത് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് പോ. മര്യാദ പോടേക്ക്. ശരിയോ ശരി ഓക്കെ. എവിടെ പോകണ്ട നീ? അമ്മ എനിക്ക് വേറെ പണിയുണ്ട്. നാളെ വൈകുന്നേരം എനിക്ക് പോകാനുള്ളതാ. ആരുടെ ജാടയൊന്നും കേട്ടും കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഇല്ല എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ എൻ്റെ അടുത്ത് ഇനിയും വരരുത് കേട്ടോ. അപ്പൊ എന്തിനു വന്നത്? എന്തിനു മുള്ളമന്തിയം പോലെ ഓടിപ്പോയത്? അവ എന്തിനാ വന്നെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? മനസ്സിലാവാം, മനസ്സിലാവാതിരിക്കും. പാവം ചേട്ടനച്ചാ. ചേട്ടൻ പോകുന്ന കാര്യം അച്ഛൻ്റെ അടുത്ത് പറയാൻ വന്നതല്ലേ. അപ്പൊ വീണ്ടും അച്ഛൻ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യില്ല, വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ 1-2 മണിക്കൂർ ഞാൻ ഫോൺ ചെയ്തിരിക്കും. അപ്പൊ ക്ഷമയോടെ നിൽക്കണം. അതെന്താ ക്ഷമയില്ലാത്ത? ബഹുമാനം ഇല്ല. അച്ഛനടുത്ത് ബഹുമാനം ഉണ്ടെങ്കിൽ ക്ഷമയുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യാനേ അവന് സൗകര്യമില്ല. ഇനി അവൻ നിങ്ങളുടെ യാത്ര പറയുമ്പോണ്ടല്ലോ ഒരു ചകട്ട് തടിക്കും ഞാൻ. ലോകത്തെങ്ങുമില്ലാത്തൊരു അച്ഛൻ വന്നിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ അവന് കുറച്ച് മര്യാദയും ബഹുമാനവും കൂടിപ്പോയി. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ തട്ടിക്കളിക്കണം നിങ്ങൾ. അപ്പൊ എന്നെ തട്ടിക്കളിച്ചതാ? അതിനെപ്പറ്റി നിനക്കൊന്നും പറയില്ലേ? അച്ഛാ സത്യം പറയാലോ, അച്ഛൻ ഇപ്പം ഭയങ്കര ഓവറാണ് കേട്ടാ. ബാക്കിയുള്ള ആൾക്കാരെ കുറ്റം പറയുമ്പോൾ അച്ഛൻ്റെ കുറ്റം കൂടെ അച്ഛൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. യേശുവേ അച്ഛനെ മര്യാദ അടുപ്പിക്കാറായില്ലേ? കുഴപ്പമുള്ള കാര്യമൊന്നും ഉണ്ടായിരിക്കണം എന്ന് പറയില്ലേ? എനിക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അച്ഛനും വിഷമാവും, അത് ഓർത്ത് എനിക്കും വിഷമാവും. എന്തിനാ വെറുതെ? ഞാൻ പോണു. മക്കളെ നാളെ നീയും ഒരു അമ്മയാവും. അപ്പം മനസ്സിലാവും രക്ഷാകർത്താക്കളെ മക്കളെ അകറ്റി നിർത്തിയാലുള്ള വേദന. അത് നാളത്തെ കാര്യമല്ലേ, നാളെ ഞാൻ നോക്കിക്കോളാം. ഇന്ന് എന്നെ നാളെ ആവണത്. ചെല്ലടി എടി ചെല്ല്. നീ മക്കളെ ചൊൽപ്പടിക്ക് നിൽക്കല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നിന്നെല്ലാം കൂടെ തന്നെ വരട്ടും. പാടി നമ്മളെ നമ്മളെ പറയേ. ബാഗിൽ വെച്ചോ. ഇതെന്താണ്? കുറച്ച് അച്ചാറുണ്ടാക്കിയതാ. താങ്ക് യു മാ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ അവിടെ എത്തുമ്പോ അമ്മേനെ മാത്രമല്ല മിസ് ചെയ്യാൻ പോണത്, അമ്മയുടെ ആഹാരവും മിസ് ചെയ്യും. സംഭവം നമ്മൾ ഈ
ചമ്മന്തിയും ദോശയൊക്കെ എപ്പോഴും കളിയാക്കുമെങ്കിലും അടിപൊളി ടേസ്റ്റ് അല്ലേ? ചേട്ടാ ചേട്ടനതിന് പോണത് അടുത്ത ഭൂഖണ്ഡത്തിലൊന്നും അല്ലല്ലോ, ബാംഗ്ലൂരല്ലേ, എവിടെയും കിട്ടും രാവിലെ ദോശ ചമ്മന്തിയൊക്കെ. എടേ എൻ്റെ അമ്മ ഇല്ലാത്ത സ്ഥലം എനിക്ക് വേറെ ഭൂഖണ്ഡം തന്നെ എടേ. ലജുസേ ഞാൻ ഇപ്പോഴൊരു കാര്യം പറയട്ടാ, എന്താ 2-3 മാസം കൂടുമ്പോഴേ ഞാൻ ഒരാഴ്ച അവിടെ വന്ന് നിൽക്കും. അപ്പൊ തിരക്കാണ് വരണ്ട എന്നൊന്നും പറയരുത്. നെവർ. നീ വാ, നമുക്ക് ബാംഗ്ലൂർ ഡേയ്സ് ചില്ല് ചെയ്യാം. ചേട്ടോ എന്താവശ്യം ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് കാശിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഉടനെ വിളിക്കണം. ആര് വിളിക്കണം? അമ്മയെ വിളിക്കണം, അല്ലെങ്കിൽ ചേച്ചി വിളിക്കണം. ആണോ? അയ്യോ, നീ പറഞ്ഞിട്ടാണ് എനിക്ക് അറിയേണ്ടത്. വേണമായിരുന്നു, പിന്നെ വേറെ ആര് വിളിക്കാനാ? അമ്മ, ഞാൻ പടവലത്ത് നെയ്യാറ്റിൻകരയിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സന്തോഷമുണ്ട്, എന്നാൽ ചെറിയ സങ്കടമുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാറൊക്കെ എടുത്തിട്ട് പടവലത്തും നെയ്യാറ്റിൻകരയൊക്കെ ഒരുമിച്ച് പോയി പൊളിക്കാം. കാറൊക്കെ എടുത്ത് പടവലും നെയ്യാറ്റിൻകരയും പോണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോണില്ലേ? വണ്ടി കിട്ടൂല, വണ്ടി മിസ്സായി പോവും. ചെല്ലേ അച്ഛൻ. അമ്മ, ഞാനിപ്പോ ഓക്കെയാണ്. വെറുതെ എന്തിനാണ് വേണ്ടപ്പെട്ട വായെന്ന് ശാപവാക്കുകളൊക്കെ കേൾക്കണത്? ഞാൻ സമാധാനത്തോടെ യാത്ര നമുക്ക് ഇഷ്ടപ്പെടണമ്മ. ഞാൻ പറയാനുള്ള പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ ചെയ്. അല്ലാട്ടോ, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോ. അറിയാല, ഞാൻ ഇന്നലെ പറഞ്ഞു എൻ്റെ പേര് വിഷ്ണു ബാലധരൻ തമ്പി എന്നാണ്. അതായത് ശൂലംകുടി വീട്ടിലെ മാധവൻ തമ്പിയുടെ കൊച്ചുമോൻ. ഞാൻ മുമ്പിൽ തലവുഞ്ചിക്കാറില്ല. ചേട്ടൻ ആരുടെ മുമ്പേ തലവണിച്ച് നിൽക്കൊന്നും വേണ്ട. ചേട്ടൻ ഇപ്പം പോണെങ്കിൽ പോ. വെറുതെ പോവാൻ നേരത്ത് സൗണ്ടിന് എത്ര കട്ടി. ഞാൻ പോയിട്ട് പറ്റാച്ചാ. എൻ്റെ അച്ഛനോട് പറയാതെ വീടിട്ട് എങ്ങോട്ട് പോകാനാച്ചാ? അച്ഛാ